അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം പറയാനാണ്. വേറൊന്നുമല്ല, എൻ്റെ സിസ്റ്റർ അഫി നിങ്ങൾക്ക് കുറച്ച് ആളുകൾക്കെങ്കിലും അറിയായിരിക്കും അതാരാണ് എന്താണെന്നൊക്കെ. അപ്പോൾ എനിക്കാകെയുള്ള ഒരേ ഒരു സിസ്റ്ററാണ് അഫി. അപ്പോൾ ഓള് 3 വർഷമായിട്ട് വേറെ താമസിക്കുകയാണ്. അപ്പോൾ എന്താ വെച്ചാൽ തൊട്ടടുത്ത് തന്നെ ഹസ്ബൻഡിൻ്റെ വീടൊക്കെ ഉണ്ട് കേട്ടോ. തൊട്ടടുത്ത് തന്നെയാണ് അളിയൻ്റെ ഉമ്മയും ഉപ്പയും താമസിക്കുന്നത്. പക്ഷേ ഇവള് ഇപ്പോൾ സ്ഥിരമായിട്ട് ഇപ്പോൾ മോനുള്ളതുകൊണ്ട്, ചെറിയ മോനുണ്ടല്ലോ മോന്, അപ്പോൾ മോനുള്ളതുകൊണ്ട് തന്നെ ഓള് വേഗം പണിയൊക്കെ കഴിച്ചു തന്നു. അപ്പോൾ ഓള് എന്ത് ചെയ്തു, ഇന്ന് പരിപ്പ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഓർക്ക് പരിപ്പ് ഉലർത്തിയത് ഞങ്ങൾക്കൊന്നും ഇഷ്ടമല്ല, ഓർക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഓള് വേഗം വിചാരിച്ചു അച്ചാറിൻ്റെ ഒരു പണി നടക്കണം, അപ്പോൾ വേഗം ചോറും കറി ആക്കണമല്ലോ, അപ്പോൾ എല്ലാവരും വേഗം അതാണല്ലോ കഴിക്കുക. അപ്പോൾ അത് വേഗം എന്ത് ചെയ്തു, ചോറുണ്ടാക്കി ഒരടുപ്പത്ത് വെച്ചു. ഗ്യാസിൽ വെച്ചു. മറ്റേ ഗ്യാസ് സ്റ്റവിൽ ഓളെന്ത് ചെയ്തു, വേഗം പണി കഴിയാൻ വേണ്ടിയിട്ട് ഓള് പറയുന്നുണ്ട്. ഞാനപ്പോഴേ പറഞ്ഞു ഈ എളുപ്പപ്പണി ഒന്നും നല്ലതല്ലാന്ന്. അത് വേഗം പോയിട്ട് അടുത്ത ഗ്യാസ് സ്റ്റവിൽ ഓള് വേഗം കുക്കറിൽ പരിപ്പ് ഇട്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ പരിപ്പ് ഉലർത്തിയതിനായിരിക്കും, അതിനാണെന്ന് അവൾ പറഞ്ഞത്. അപ്പോൾ മക്കളൊക്കെ സ്കൂളിൽ പോയതാണ്. അലിമ മാത്രമേ ഉള്ളൂ. അളിയന് അവിടെ എപ്പോഴും ഉണ്ടാവുന്നതാണ്. ഇന്ന് അളിയന് അച്ചാറിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ട്, ആർക്കോ സെയിൽ ചെയ്യാനുണ്ട്. അപ്പോൾ അങ്ങനെ പോയതാണ്. അടുത്തുള്ള ആളുകളൊക്കെ വന്ന് നോക്കിയാൽ ആകെ, അതായത് തൊട്ടടുത്തൊക്കെ റിലേറ്റീവ്സാണ്, എല്ലാവരും വന്ന് നോക്കിയപ്പോൾ ഇവളാകെ ഷോക്കായി എന്നാണ് പറയുന്നത്. വേറെ ഒന്നല്ല, അവൾ പറയാ ശരിക്കും എന്നെ പഠിച്ചോൻ കാത്തുന്നു. അൽഹംദുലില്ലാ. കാരണം വേറെ ഒന്നല്ല, കുക്കർ എത്രയോ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ, പൊട്ടിത്തെറിക്കാൻ. അത് ഇവളെ കയ്യിൽ നിന്ന് വന്നത് തന്നെ കേട്ടോ. കുക്കറിനെ മാത്രം കുറ്റം പറയണ്ട. ഇവള് സ്പീഡിൽ പണിയായിട്ട് കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇവള് കുക്കറിൽ പരിപ്പിട്ടിട്ട് വെള്ളം കുറച്ച് വെച്ച്. എനിക്കിതിനെ കണക്കൊന്നും അറിയില്ല, അമ്മ ഇവിടെ പറഞ്ഞു കേട്ടതാണ്. ആകെ പേടിച്ച് ഓൾ ആ ഫോൺ കോൾ കണ്ടപ്പോൾ ഓള് പതിവില്ലാണ്ട് എൻ്റെ വീഡിയോ കോളിൽ വന്നിട്ട് കാണിച്ചു തരുന്നു എനിക്ക്. അപ്പോൾ എനിക്ക് ഓള് വീഡിയോ എൻ്റെ ക്ലിപ്പ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ഓള് ഇന്നിപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു പരിപ്പ് കുക്കറിൽ നിന്ന് പൊട്ടിത്തെറിച്ചിട്ടുള്ള ഒരവസ്ഥ. ഇതോളെ വർക്ക് ഏരിയയാണ്. അപ്പോൾ ഓള് പറയാം ഇങ്ങനെ ഇവിടേക്കും തെറിച്ചിട്ടുണ്ട്, പിന്നെ കുക്കറിൻ്റെ മൂടി പോയിട്ട് ആ സ്ഥലത്താണെന്ന്. പിന്നെ ഓള് ആ ഒരു എന്താ പറയുക, ആ ഒരു ഇത് മാറിയതിന് ശേഷമാണ് ഓൾ എനിക്ക് കാണാൻ വേണ്ടിയിട്ട് എനിക്കിത് അയച്ചു തന്നിട്ടുള്ളത്. ആ ഒരു 10 മിനിറ്റ് ഓള് പറയാം എനിക്ക് ഒന്നും ഓർമ്മയില്ലാന്ന്. ആകെ പേടിച്ചു പോയി. പിന്നെ ഇവിടുത്തെ ആ ടൈലൊക്കെ വന്ന് തെറിച്ച് ആകെ കൂടി എന്തോ. പക്ഷെ അതൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കാമല്ലോ. അതുപോലെയല്ലല്ലോ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ എന്തായാലും അള്ളാഹു കാത്ത്, അൽഹംദുലില്ലാ. പക്ഷേ ഒരിക്കലും ഓളിവിടെ നിന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ആദ്യം ഇവിടെ ആയിരുന്നു. അങ്ങനെ ഒരു സമയത്ത് ഓളെന്തോ പായസം അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ പൊട്ടിത്തെറിച്ചിട്ട് ഇവിടെയുള്ളവരൊക്കെ വന്നിരുന്നു. അന്നും ഇതേപോലെ ഓളെ കടിച്ചറമ്പ് കാത്തിരിക്കും. അത് മാത്രമല്ല, അമ്മ പേടിച്ചു പോയത് ഓളെന്നല്ല, ചെറുതുണ്ടല്ലോ, അലിമോനുണ്ടല്ലോ, എപ്പോഴും ഓളെ പിന്നാലെ അടുക്കളയിൽ വരുന്ന മോനോ. അതായത് അമ്മ ജ്യൂസ് പറഞ്ഞിട്ട് അല്പം മുൻപ് വരെ അവൾ പറയാം ജ്യൂസ് എന്ന് പറഞ്ഞ് വന്നിട്ട് ഓള് ജ്യൂസ് കൊടുത്തിട്ട് ഓള് കാർട്ടൂൺ ഉണ്ട്, എനിക്ക് ഏതോ ഒരു ഇഷ്ടപ്പെട്ട കോക്കോമെലൻ എന്ന് പറഞ്ഞിട്ടുള്ള അത് ഇട്ട് കൊടുത്തിട്ട് ഓൾ അതിനെ സോഫയിൽ കിടത്തിയിട്ടാണ് ഓള് ഈ പണിക്കൊക്കെ നിന്നത്. ഓൾക്കറിയില്ലല്ലോ ഇതിങ്ങനെ, നമുക്കറിയില്ലല്ലോ ഇങ്ങനെ സംഭവിക്കുന്നത്. എല്ലാവരും ഓടി വന്നു. ഓള് പേടിച്ചിട്ട് ഓള് പറയാം എനിക്ക് 10 മിനിറ്റേക്ക് എനിക്ക് ആകെ ഇതില്ലാണ്. ആകെ ഷോക്കായിപ്പോയി. ആർക്കും ഉണ്ടാവുമല്ലോ. ഓള് പറയണ്ട് ശരിക്കും എനിക്ക് അപകടം തൊട്ടടുത്തൂടെ പോയി. ഞാൻ പറഞ്ഞു റബ്ബ് നമ്മളെ കൂടെ ഉണ്ട്. കാരണം സംഭവിക്കാനാണെങ്കിൽ എന്തെങ്കിലും സംഭവിക്കാനാണെങ്കിൽ അത് മതി. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഓള് പാവം ഒക്കെ വൃത്തിയാക്കി ഒക്കെ ചെയ്ത്. എന്നിട്ടിപ്പോൾ കുക്കർ ഓള് പറയുന്നുണ്ട് കുക്കർ എന്തോ കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. പക്ഷേ അതല്ല ഇത്. അപ്പോൾ നമ്മളെല്ലാവരും, ഞാനിപ്പോൾ പറയുമ്പോൾ വിചാരിക്കും ഇതൊക്കെ ഇപ്പോൾ ഞങ്ങൾക്ക് അറിയാത്തതാണോ. എനിക്കറിയില്ല കേട്ടോ, ഇതിനെപ്പറ്റി ഒന്നും എനിക്കറിയില്ല. അമ്മ പറഞ്ഞിട്ട് അറിഞ്ഞത്. ലാസ്റ്റ് ഓളും പറഞ്ഞു ഇത് വെള്ളത്തിൻ്റെ തകരാറ് തന്നെയാണ്, ഓള് വെള്ളം വെച്ചത് കുറഞ്ഞു പോയി. അപ്പോൾ കുക്കർ പൊട്ടിത്തെറിച്ച് റബ്ബ് കാത്തിരിക്കട്ടെ എല്ലാവരും തൊട്ട്. കാരണം ഒരുപാട് വീട്ടമ്മമാരുണ്ടല്ലോ. അപ്പോൾ നമ്മൾ എത്ര എക്സ്പീരിയൻസ് ആണെന്ന് പറഞ്ഞാലും ഇങ്ങനെ ഒരു നിമിഷം മതി. ഇനിയിപ്പോൾ ഗ്യാസ് സ്റ്റവ് ആയാലും കുക്കറായാലും എന്തോ പേടിയാണ്. അപ്പോൾ അങ്ങനെ പറയണം, നമുക്ക് അല്ലെങ്കിൽ ബീപ്പിയാണ്. അപ്പോൾ അങ്ങനെ പറയാം ഈ ശ്രദ്ധിച്ച് ചെയ്യുന്നു. കാരണം അമ്മ പറയുന്നുണ്ട് വെള്ളം ഇല്ലാത്ത ഇത്രയും അറിഞ്ഞില്ല. പിന്നെ മോനാണെങ്കിൽ
എപ്പോഴും അവൾ പിന്നാലെ വരുന്നത്, അതും പേടിച്ച്. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. കാരണം അത് രണ്ടാളെയും സേഫാക്കി. കാരണം മോനെ അതിന് മുന്നേ ഓൾക്ക് അങ്ങനെ തോന്നുകയും ചെയ്ത്, ഓൾക്കാണെങ്കിൽ ഇങ്ങനെ മാറി നിൽക്കാൻ ഒരു സെക്കൻഡ് ഓൾ മെയിൻ കിച്ചണിലേക്ക് വന്നതാണ്. ഇത് വർക്ക് ഏരിയയിൽ വെച്ചിട്ട് അവൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ വർക്ക് ഏരിയയിലാണ് അവൾ സ്റ്റൗവും കാര്യങ്ങളൊക്കെ വെച്ചത്. അപ്പോൾ അവൾ പറയാൻ എന്തോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴല്ലോ പൊട്ടിത്തെറിച്ചിട്ട് താഴേക്ക് എത്രയോ ദൂരത്തേക്കാണ് അത്ര, അപ്പുറത്തേക്ക് സൈഡിലേക്കാണ് വീണതെന്ന്. അപ്പോൾ അതിൻ്റെ ഒച്ച കേട്ടിട്ടാണ് എല്ലാവരും ഓടി വന്നത്, അമ്മായികളൊക്കെ, അതായത് അളിയൻ്റെ അമ്മായികളൊക്കെ. അപ്പോൾ ഇപ്പം അല്പം മുമ്പ് ഞാൻ വിളിച്ച് വെച്ചതേ ഉള്ളൂ. അപ്പോൾ ആൾ ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട്, എന്തോ ടെൻഷനായി. നോക്കും ഉമ്മനെ പോലെ ഒരു വേഗം ടെൻഷനാവുന്ന ഒരാളാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ലാസ്റ്റ് ഇനി പുറത്തുനിന്ന് അളിയെ വാങ്ങാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഞാൻ ഇനി അടുക്കള കയറില്ലെങ്കിൽ പേടിയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഈ ഒരിത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഷെയർ ചെയ്തേ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ലൈഫിൽ നടക്കുന്നത്. എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞത് എനിക്ക് ഫാമിലി, എനിക്ക് ആകെയുള്ള ഒരു സിസ്റ്റർ, എൻ്റെ ഉമ്മ, ഓൾക്കുള്ള മക്കൾ, അല്ലേ, ഇതാണല്ലോ ഞാൻ എൻ്റെ ഫാമിലി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയുള്ള ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞതാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ കിച്ചണിൽ എത്ര എക്സ്പീരിയൻസ് ആണെന്ന് പറഞ്ഞാലും നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. മുന്നിൽ അപകടം നിങ്ങൾ ആരും അറിയാം. പിന്നെ ബാക്കിയൊക്കെ പഠിച്ചുകൊണ്ടെടുത്താണ്. എല്ലാവരും തൊട്ടും പഠിച്ച റബ്ബ് കാത്തു രക്ഷിക്കട്ടെ ഇത് അപകടത്തിന്. അപ്പം ഞാൻ കൂടുതലൊന്നും പറയില്ല, ഇതൊന്ന് പറയണം തോന്നി. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ അസ്സലാമു അലൈക്കും.